ഹലോ, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇത് ബിഗിനേഴ്സ്, അതായത് അധികം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയല്ല, പക്ഷെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഉപയോഗമാവുന്ന രീതിയിൽ, ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. 36 സൈസ്, 42 സൈസ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എന്നോട് ഓരോ സൈസിലുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്നൊരു 36 സൈസിലുള്ള ഒരു നോർമൽ കട്ടിങ് ബ്ലൗസ്, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയാണ്, പഠിച്ച് വലിയ എക്സ്പെർട്ടായിട്ടുള്ളവർക്കൊന്നും വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം എങ്ങനെയാണ് ഒരു ബ്ലൗസ് കട്ടിങ്, അതിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളത് എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബ്ലൗസ് കട്ടിങ്ങിനായിട്ട് വേണ്ട ഐറ്റങ്ങൾ വെച്ചാൽ സ്കെയില്, ടേപ്പ്, ചോക്ക്, അതുപോലെ കത്രിക, ഇതെല്ലാം നമുക്ക് പ്രത്യേകിച്ച് തുണി പിന്നെ ഇല്ലാതെ നമുക്ക് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചോദിക്കും വേണമെങ്കിൽ തുണി വേണ്ടത്, തുണി ഇല്ലാതെ നമുക്ക് കട്ടിങ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഒരു തുണി കട്ടിങ് ചെയ്യാനായിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം നമ്മുടെ ടേബിളിൽ ഉണ്ടായിരിക്കണം. ഇതൊന്ന് പ്രത്യേകിച്ച് നമ്മൾ കട്ടിങ് ചെയ്യുമ്പോൾ സ്പീഡിലൊന്നും, വളരെ ടെൻഷനിലിരിക്കുമ്പോഴൊന്നും കട്ടിങ് ചെയ്യരുത്. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ കട്ടിങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതൊക്കെ എത്ര നല്ല കട്ടിങ് അറിയാവുന്ന ഒരാളെന്ന് പറഞ്ഞാലും ചില സമയത്ത് അതിനകത്ത് തെറ്റുകളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ ഒഴിവാക്കി ഒന്ന് റിലാക്സ് ആയതിന് ശേഷം കട്ടിങ് ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് കട്ടിങ് ചെയ്യാൻ ഒരു ബ്ലൗസ് 36 സൈസിൽ അളവിലുള്ള ഒരു ചെസ്റ്റ് വണ്ണം 36. ഞാൻ എപ്പോഴും പറയും ചെസ്റ്റ് വണ്ണം എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് വണ്ണം, നമ്മുടെ കക്ഷത്തിൻ്റെ ആ ലെവലിലൂടെ നോക്കുന്നത്. അതായത് ഇത് തിരിഞ്ഞിരിക്കണം കേട്ടോ, നമ്മുടെ കക്ഷത്തിൻ്റെ ലെവലിലൂടെ ഇരിക്കുന്നതാണ് ചെസ്റ്റ് വണ്ണം. അതിന് താഴെ എടുക്കുന്ന ഇത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ മുകളിലൂടെയുള്ള ആ വണ്ണവും നമ്മൾ എടുക്കണം. ഈ ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണവും ബ്രസ്റ്റിൻ്റെ മുകളിലെ വണ്ണവും പിന്നെ നമ്മൾ അടിവണ്ണം, അതായത് നമ്മൾ താഴെ ഫിറ്റായിട്ടിരിക്കുന്നത്, അത് കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ എടുക്കണം. അവർക്ക് എത്രയാണോ ഫിറ്റ് വേണ്ടത് ആ രീതിയിൽ ചോദിക്കുക. എത്രയും ടൈറ്റ് മതിയോ, അത് ചിലർക്ക് ലൂസായിരിക്കും വേണ്ടത്, അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ബ്ലൗസിൻ്റെ വണ്ണം എടുക്കേണ്ടത് 3 വണ്ണങ്ങളാണ്. അതായത് ചെസ്റ്റ്, ടേപ്പ് എപ്പോഴും പിടിക്കുമ്പോൾ ഓർത്തോളം ടേപ്പിൻ്റെ ഇതാണ് ഇഞ്ച് കണക്ക്. ഇത് സെൻറ്റിമീറ്ററും ഇഞ്ചും ഈ സൈഡിലുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് നല്ല ക്ലാരിറ്റി കിട്ടുന്നത് ഇത് ഓരോ ഇഞ്ചാണ്. ഈ ഓരോ ഇഞ്ച് വരുന്ന ഈ ഭാഗം കണക്കാക്കി വേണം നമ്മൾ സെൻറ്റിമീറ്റർ എടുക്കാതെ എപ്പോഴും നമ്മൾ ഇഞ്ചിലെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് എടുക്കുമ്പോൾ പുറത്തൂടെ കറക്റ്റ് ആശയിലൂടെ, അല്ല നമ്മളിങ്ങനെ ചരിച്ച് ഇങ്ങനെ താഴേന്ന് വന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ണം കൂടും. അതായത് ഈ ചെസ്റ്റിൻ്റെ ലെവലായിരിക്കണം, ബാക്കും അതേ ലെവലായിരിക്കണം, കണ്ടോ. അപ്പോൾ അതേ ലെവലിൽ ചെസ്റ്റിൻ്റെ ഈ റൗണ്ട് ഇതിൻ്റെ തന്നെ അതേ പൊസിഷനായിരിക്കണം ബാക്കിലും. ഒരിക്കലും ഈ ടേപ്പ് ചിലരൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ താഴേന്ന് വന്നിട്ട് ഇങ്ങനെ ചെസ്റ്റ് അളവൊക്കെ എടുത്താൽ ഭയങ്കര വണ്ണം വ്യത്യാസം കൂടുതൽ വരും. അതുകൊണ്ട് എപ്പോഴും ചെസ്റ്റ് അളവ് കറക്റ്റ് എടുക്കുക. അപ്പോൾ ചെസ്റ്റ് അളവ് കറക്റ്റ് നമ്മൾ എടുത്തു. അതിനുശേഷം ബ്രസ്റ്റിൻ്റെ അളവ്, ഈ ഒരു ബ്രസ്റ്റ് ചെസ്റ്റിനെക്കാട്ടിലും ചിലർക്ക് ചെസ്റ്റിൻ്റെ അത്രയും തന്നെ ബ്രസ്റ്റ് കാണത്തുള്ളൂ. അതായത് വണ്ണം ബ്രസ്റ്റ് കുറവുള്ളവർക്ക് ചെസ്റ്റും ബ്രസ്റ്റും ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. എന്നാൽ നോർമലി സ്ത്രീകൾക്കെന്ന് പറയുമ്പോൾ ചെസ്റ്റിനെക്കാട്ടിലും ബ്രസ്റ്റ് ഭാഗം 2 ഇഞ്ച്, 3 ഇഞ്ച്, 1 ഇഞ്ച് ഇങ്ങനെയൊക്കെ പല അളവിൽ കൂടാറുണ്ട്. പിന്നെ ഈ താഴത്തെ വണ്ണം, അടിവണ്ണം. അപ്പോൾ ഈ 3 അളവാണ് നമുക്ക് വണ്ണത്തിൻ്റെ അളവ് എടുക്കേണ്ടത്. ഈ ഒരു 3 അളവ് എടുക്കുക. പിന്നെ ഇറക്കം നമ്മളറിയാമല്ലോ, ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കം എടുക്കരുത്, ഫ്രണ്ടിൽ നിന്ന് ഇറക്കം എടുക്കരുത്. ഇറക്കം നമ്മളെപ്പോഴും ഷോൾഡറിൽ നിന്ന് ബാക്കിൽ അവർക്ക് എത്രയാണോ ഇറക്കം, അവരുടെ ബ്രായുടെ അളവ് ഒക്കെ നമ്മളൊന്ന് നോക്കണം. അവരുടെ ബ്രായുടെ അളവ്, അതിൽ നിന്നും എത്ര താഴ്ത്തി വേണം, എത്ര ഇറക്കം വേണം എന്ന് നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഇറക്കം എടുക്കാൻ. അപ്പോൾ ഇറക്കം, ഇപ്പോൾ ഈ ബ്ലൗസിന് ഇറക്കം ഞാൻ ഇതാൻ്റെ ബ്ലൗസല്ല, കട്ടിങ്ങിന് വേണ്ടി ഞാനൊരു മെഷർമെൻറ്റ് അങ്ങ് ഇട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് എനിക്ക് 14 ഇഞ്ച് ഇറക്കം മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടിയുടെ ഇറക്കം 14 ഇഞ്ചാണ്. ബാക്ക് ഷോൾഡറിൽ നിന്ന് ബാക്കിലോട്ട് ഇറക്കെടുത്തത്. നമ്മൾ അവരുടെ ബ്രായ ഇട്ടേക്കുന്ന പൊസിഷനൊക്കെ നോക്കണം. ചിലർ ഇറക്കം എടുക്കുന്നത് ഇത്രയും മതി, അവർക്ക് പുറവശം കാണത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇത്രയും മതിയോ, അപ്പോൾ നമുക്കൊരു ഐഡിയ വേണം. അവർ ബ്രായ ഇട്ടേക്കുന്ന അളവിനേക്കാളും താഴ്ന്ന് നിൽക്കണം നമ്മളുടെ മെഷർമെൻറ്റ് എന്നുള്ളത്. നമ്മൾ അത് ബോധത്തോട് ചെയ്യുക. അവർക്ക് പുറവശം കാണാതെ അവരിങ്ങനെ പറയാം എടുത്തോ എന്നൊക്കെ പറയും. ഇത്രയും മതിയോ, അത്രയും മതി, ഇത്രയും മതിയോ, അത്രയും മതി, അങ്ങനെ അവർ പറയും. നമ്മളിത് മതിയോ ചോദിച്ചാൽ അവർ പറയും അത് മതി. ചിലർ പറയും എനിക്ക് ഇത്ര ഇറക്കം വേണം. പലരും പല സ്വഭാവക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ട്
അത് മനസ്സിലാക്കി നമ്മളാണല്ലോ തെറ്റ് വന്നാൽ നമ്മൾ തന്നെയാണല്ലോ അതിനകത്ത് കുറ്റക്കാർ. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം ഇറക്കം ഈ ബ്രയുടെ ഇതിൽ നിന്ന് എത്ര ഇറക്കം വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ കണക്കാക്കി നമ്മളൊരു ഏകദേശം ഇറക്കം കണക്കാക്കി ഇത്ര മതിയോ എന്ന് കൺഫേം ആക്കി ചോദിക്കും. ഓക്കെ, അവർ പറഞ്ഞാലും നമുക്കൊരു ഐഡിയ പരമായിട്ട് നമ്മൾ ആ ഇറക്കത്തെ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇറക്കം 14 ഇഞ്ച്, ചെസ്റ്റ് 36 ഇഞ്ച്. ഞാൻ പഠിച്ച രീതി അനുസരിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഈ തയ്യലെന്ന് പറയുന്ന ഈ ഒരു തൊഴിൽ എല്ലാവർക്കും ഏറ്റവും ഇപ്പോൾ ഹിന്ദിക്കാർക്കൊക്കെ 800-1000 രൂപ ഒക്കെയാണ് ഒരു സ്റ്റിച്ചിങ്ങിന് ഡെയിലി പേയ്മെൻറ്റ്. കട്ടിങ് മാസ്റ്റർക്ക് 1500 ഒക്കെയാണ് എറണാകുളത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു തൊഴിലറിയാതെ എത്രയോ പേരും മലയാളി പെൺകുട്ടികൾ 10000 രൂപയ്ക്കൊക്കെ ഓരോ കടകളിലൊക്കെ പോയി രാവിലെ തൊട്ട് വൈകോളം ഓടി നടന്ന് കഷ്ടപ്പെട്ട് അവർ ജോലി ചെയ്യും. പക്ഷെങ്കിൽ അവർക്ക് വൈകിട്ട് കിട്ടുന്ന ദിവസം 300 രൂപയൊക്കെ കണക്കാക്കിയാൽ അവർക്ക് ഒരു മാസം എങ്ങനെ ആയാലും 4 ദിവസത്തെ അവധിയൊക്കെ ഞായറാഴ്ച സൺഡേ അവധി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എങ്ങനെയാലും 10000 രൂപ 12000 രൂപ ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർത്തോണം 800 രൂപ വെച്ചിട്ടൊക്കെ ഇപ്പം നമ്മൾ തയ്യൽ പഠിച്ചിട്ട് നല്ലൊരു സ്ഥലത്ത് പോയി നമുക്ക് സുഖമായിട്ട് ജോലി കിട്ടും. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്താൽ നമ്മൾ നല്ല സ്റ്റിച്ചിങ് ചെയ്ത ഒരാളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വർക്ക് വരും, എങ്ങും പോകണ്ട. അപ്പോൾ ഈ ഒരു നല്ല കലയെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് ഇത് നല്ലൊരു തൊഴിലാണെന്ന് മനസ്സിലാക്കി മറ്റ് നാട്ടുകാർ ഇവിടെ വന്ന് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ തൊഴിൽ. ഇതിൻ്റെ ഇൻകം മനസ്സിലാക്കി നമ്മൾ ഈ തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുക, നല്ല രീതിയിൽ ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ തയ്യൽ എന്ന് പറയുന്ന ജോലി ഒരു മോശമായ തൊഴിലല്ല. ഏറ്റവും ബെറ്ററാണ് സ്ത്രീകൾക്ക്. ലോകമുള്ളിടത്തോളം കാലം വസ്ത്രം വേണം, ആഹാരം വേണം. ഫുഡിൻ്റെ മേഖലയും വസ്ത്രത്തിൻ്റെ മേഖലയും ഒരിക്കലും ഒരു ഇടിവും ഉണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ലോക്ക്ഡൗണിൽ പോലും വസ്ത്രങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും എല്ലാവരും വസ്ത്രങ്ങളൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചിരുന്നു. ആ സമയത്താണ് പല സംരംഭങ്ങളും വിജയിച്ചിട്ടുള്ള സമയം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുക. നമ്മൾ തയ്യൽ തുമ്പ് ബിഗിനേഴ്സിനായതുകൊണ്ട് പറയാം. ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചവർ മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലെങ്തെല്ലാം കൂട്ടിയെടുക്കും. പക്ഷേ നിങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ശീലിക്കുക. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റി അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് തയ്യൽ തുമ്പ് വിട്ടതിൻ്റെ ഭാഗത്ത്, അത് തയ്യൽ തുമ്പ് നമ്മുടെ അളവിലുള്ളതല്ല, അത് വിട്ടതിന് ശേഷം ബാക്കി 14 ഇഞ്ചാണല്ലോ നമ്മുടെ ഇറക്കം. ഈ 14 ഇഞ്ചിന് ഒരു മാർക്കിംഗ് കൊടുക്കുക. നമ്മൾ തയ്യൽ തുമ്പ് ഇവിടെ എത്ര വേണോ അത്ര ഇടുക. നമുക്ക് 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ ആവശ്യമുള്ളതെങ്കിൽ 1/2 ഇഞ്ച് ഇടുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇറക്കം 14, തയ്യൽ തുമ്പ് കളഞ്ഞിട്ടുണ്ട്, 14 മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഈ 14ഒക്കെ തയ്ച്ച് വരുമ്പം തയ്യൽ തുമ്പൊക്കെ എടുക്കുമ്പം 1/2 ഇഞ്ചിലൊക്കെ കയറി പോകുന്നുണ്ടെങ്കിൽ അല്പം കൂടെ മാർക്ക് ചെയ്യുക. ഈ 14 എന്നുള്ളത് ഒരിക്കലും 13.25 13 ആകാൻ സാധ്യത ഉണ്ടാവരുത്. 14.25 വേണമെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതിവിടെ കറക്റ്റ് 14 എന്നുള്ളത് തയ്യൽ തുമ്പ് കയറി വരുമ്പോൾ കുറഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? 14 നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു 14.25 നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വരുന്ന നമ്മൾക്ക് ഉള്ളൊരു ഐഡിയ ആണ്. ഞാൻ തയ്യൽ തുമ്പ് കൂടുതൽ എടുക്കാറുള്ള വ്യക്തി. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ കുറഞ്ഞു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണം നമുക്കൊരു 4 ഇഞ്ച് 14 എന്നുള്ള അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് മുന്നോട്ട് കൂടിയാലും 4 ഇഞ്ച് കുറയാൻ പാടില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തു. ഇവിടെ 14 ഇഞ്ച് ഇന്ന് ഞാൻ 4 ഇഞ്ച് കൂടെ കൂട്ടിക്കൊടുത്തു. ബിഗിനേഴ്സിന് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് താഴെ പടി വെച്ച് തയ്ക്കേണ്ടതുകൊണ്ട് 1/2 ഇഞ്ച് കൂടെ മാറ്റി മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാക്കി കറക്റ്റ് ഇറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷോൾഡർ നമ്മളെ എപ്പോഴും ഞാൻ പറയുന്നത് ഷോൾഡർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കത്തെയും കോളറാണോ കോളർ ബ്ലൗസ് ആണോ കഴുത്തിൻ്റെ ഇറക്കം എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ടാണ് ഷോൾഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടിക്ക് വന്നിരിക്കുന്നത് കഴുത്തിറക്കം അവർക്ക് നന്നായിട്ട് വേണമെന്ന് പറഞ്ഞു. 10 ഇഞ്ച് 10 ഇഞ്ച് ബാക്ക് നെക്ക് ഇറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി നമുക്ക് ഇത്രയേ ഉള്ളല്ലോ, 4 ഇഞ്ചേ ഉള്ളൂ അവരുടെ ബാക്കിൽ ഇറക്കം. ഈ 4 ഇഞ്ചേ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടിക്ക് ഇത്ര ഇറക്കണമെന്ന് പറയുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 10 ഇഞ്ച് താഴ്ത്തിയത്. അല്ല ആ കുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് കോളർ ബ്ലൗസാണ് വേണ്ടത്, അല്ലെങ്കിൽ ചോളി ബ്ലൗസാണ് വേണ്ടത്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഷോൾഡർ ചിലപ്പം മിക്ക കുട്ടികളുടെ, അപ്പോൾ ഈ 36 സൈസുള്ള കുട്ടിക്ക് മിക്കവാറും 14 ഇഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് ഒരാളുടെ അളവ് നമുക്ക് ഷോൾഡർ പറയാം. നല്ല ഷോൾഡർ വിരിവുള്ള കുട്ടികളുണ്ട്, ചെസ്റ്റ് നല്ല വണ്ണം ഉണ്ടെങ്കിൽ ഷോൾഡർ ഒതുങ്ങിയ കുട്ടികളുണ്ട്. ഇങ്ങനെ ഒതുങ്ങിയിരിക്കും, ഷോൾഡറിൻ്റെ ഭാഗം നല്ല ഒതുങ്ങിയിരിക്കും. എന്നാൽ ഷോൾഡർ വിരിവുള്ള കുട്ടികളായിരിക്കും, പക്ഷേ ചെസ്റ്റ് വണ്ണം കുറവായിരിക്കും. അപ്പോൾ ഷോൾഡർ നിർബന്ധമായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ അളവെടുക്കണം. ഈ കുട്ടിയുടെ ഷോൾഡർ ഞാനൊരു 14 ഇഞ്ച്
വിചാരിക്കുകയാണ്. 14 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 14 ഇഞ്ച് ഷോൾഡറുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പം കോളർ ബ്ലൗസാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ചോളി ബ്ലൗസാണ്. പണ്ടത്തെ ചോളി ബ്ലൗസ് അറിയാലോ, കഴുത്തൊട്ടും ഇറങ്ങുന്നില്ല, ഫ്രണ്ട് മാത്രമേ ഇറങ്ങുന്നുള്ളൂ, ബാക്ക് നെക്ക് കയറിയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ബ്ലൗസാണ് വേണ്ടതെങ്കിൽ ഷോൾഡർ 14 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ പകുതി 7 ഇഞ്ച് എടുക്കുക. അതിനുശേഷം അത് ഒട്ടും കഴുത്ത് അകത്തേണ്ട ആവശ്യം വരുന്നില്ല, കാരണം കോളറാണ്, പിടിച്ച് നിൽക്കും, കഴുത്തിങ്ങനെ വലിഞ്ഞ് ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് കോളർ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആ അളവ് തന്നെ ഇട്ടിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിരിക്കണം. അല്ല അവർ പറയാണ് എനിക്ക് കഴുത്ത് ഒരു 2 ഇഞ്ച് താഴ്ത്തിക്കോ എന്ന് പറയുകയാണെങ്കിൽ 2 ഇഞ്ച് 2.5 ഇഞ്ച്, നോർമൽ 2 ഇഞ്ച് വരെയൊക്കെ ഷോൾഡർ എത്രയാണോ 2 ഇഞ്ച് താഴ്ത്തിക്കോ, എനിക്ക് ചെറിയ ബാഗ് ചെറുതായിട്ട് ഇറക്കിക്കോ, അതായത് 2 ഇഞ്ച് 2.5 ഇഞ്ച് മതി എന്ന് പറയുകയാണെങ്കിൽ ഷോൾഡർ ഇപ്പോൾ 14 ഇഞ്ചാണെങ്കിൽ നമ്മൾ കറക്റ്റ് 14 മാർക്ക് ചെയ്യുക. അതിൽ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല. തയ്യൽ തുമ്പ് നമ്മൾ ഇതിനകത്ത് തന്നെ പൊയ്ക്കോളും. ബാക്കി കാരണം അവർക്ക് കഴുത്ത് കുറച്ചെടുക്കുമ്പോൾ കഴുത്ത് കുറച്ച് വൈഡാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ ഷോൾഡർ ഇടുക. അതായത് 2-2.5 ഇഞ്ച് കഴുത്ത്, അല്ല 3 വരെ കഴുത്തിറക്കുന്ന ആൾക്ക് ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാ ഞാൻ പറഞ്ഞ ഷോൾഡറിനെ, അതായത് അവരുടെ കഴുത്തിൻ്റെ ഇറക്കം ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കഴുത്തിറക്കം 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അത് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള 10 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ഷോൾഡർ എങ്ങനെ കുറയ്ക്കാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഈ കറക്റ്റ് 7 ഇഞ്ച് തന്നെ ഷോൾഡർ വയ്ക്കുക. ഇപ്പോൾ 2-3 മാർക്കിംഗ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ കറക്റ്റ് ഷോൾഡർ അളവ് 7 ഇഞ്ച്. അപ്പോൾ നമുക്ക് കോളർ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നീക്കണ്ട, കഴുത്ത് 2 ഇഞ്ച് ഇറക്കുന്നില്ലാത്തതുകൊണ്ട് 10 ഇഞ്ച് ഇറക്കുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യണ്ട, കറക്റ്റ് 14 ഇഞ്ച് തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിന് ആ 2 ഇഞ്ച് വരെ ഈ 14 ഇഞ്ചിൻ്റെ പകുതി 7 ഇഞ്ച് ഇട്ടിരിക്കുന്ന ഷോൾഡർ വെച്ച് നിങ്ങൾ കട്ട് ചെയ്യുക. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷമുള്ള ബാക്കി ഭാഗം എടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്തു, അതുവരെ നമുക്ക് ഈ 7 ഇഞ്ച് ഷോൾഡർ കറക്റ്റാണ്. പക്ഷേ നമുക്കതിൽ ബാക്കിയുടെ ഇറക്കമുണ്ടല്ലോ, 8 ഇഞ്ച് ഇറക്കമുണ്ട്, ബാക്കി 8 ഇഞ്ചൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇഞ്ച് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇടുക. ഓരോ ഇഞ്ചിലും 4 ഇഞ്ച് നോക്കുക. ഈ 4 ഇഞ്ച് വെച്ച് ഓരോ ഇഞ്ചിലും 4 ഇഞ്ച് വെച്ച് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ ഓരോ ഇഞ്ച് 4 ഇഞ്ച് ഇരുപത് ഇവിടെ നോക്കി നിങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്തതിനകത്ത് നോക്കിയോ, നിങ്ങൾക്ക് എളുപ്പമുണ്ട് കണ്ടുപിടിക്കാൻ. 4 ഇഞ്ച്, 1/2 ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.25, 1.5, 1.25, 2 ഇഞ്ച്. അപ്പം നമുക്കിപ്പോൾ ഷോൾഡറിൽ നിന്ന് എത്ര ഇഞ്ച് കുറയ്ക്കണം? 2 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഷോൾഡർ നമ്മൾ 2 ഇഞ്ച് ഇപ്പോൾ കുറയ്ക്കാൻ പോകണേ. 7 ഇഞ്ചായിരുന്നു നമ്മുടെ ഇറക്കം, അതിൽ നിന്ന് ഷോൾഡറിൻ്റെ അളവ് അതിൽ നിന്ന് 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയുണ്ട്? നമുക്ക് 5 ഇഞ്ച് മാത്രമേ ഇപ്പോൾ ഷോൾഡർ വന്നിട്ടുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ഇറക്കം വരുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് അത്രത്തോളം കുറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുട്ടിയുടെ കൈക്കുഴി എന്ന് പറയുന്നത് 36 ഇഞ്ച് ഉള്ള ആളുടെ കൈക്കുഴി എന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു 18 ഇഞ്ച് 16 ഇഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. 18 വരില്ല, ഒരു 18 വരുന്ന കേസുണ്ട്. ഇതിപ്പോൾ നമുക്ക് 16 ഇഞ്ച് കൈക്കുഴി ഉള്ളൂ എന്ന് വിചാരിക്കുക. കൈക്കുഴി എന്ന് പറഞ്ഞാൽ ഈ റിഗാളാണ്, ഇതിലേക്ക് കൂടെ എടുക്കുന്ന ഒരു അളവുണ്ടല്ലോ, നമ്മൾ ആ റിഗാള് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അല്ലാതെ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് കൈക്കുഴി ഇടരുത്, കൈക്കുഴി പിടുത്തം വരും. ഇതാണ് റിഗാളെന്ന് പറയുന്നത്. ഈ കൈക്കുഴിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ കൈക്കുഴി എടുക്കും നമ്മൾ, ഈ കൈക്കുഴി. മനസ്സിലായോ? ഇതിനെ പലരും പല ഇതിലായിരിക്കും പറയുക. ഇതാണ് നമ്മൾ എടുക്കുന്ന അളവ്. ഈ അളവ് എനിക്കിപ്പോൾ എൻ്റെ അളവ് എന്ന് പറയുന്നത് നോക്കട്ടെ. ഓക്കെ, എനിക്ക് 17-നെയാണ് എൻ്റെ റിഗാളിൻ്റെ അളവ്. ആ കുട്ടിക്ക് ഇപ്പോൾ ഞാൻ 16ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റ് വണ്ണം വന്നിരിക്കുന്നത് എനിക്കെപ്പോഴും എൻ്റെ 39, 40 ഏകദേശം ആ അളവാണ് എൻ്റെ ചെസ്റ്റ് അളവ്. അപ്പോൾ എനിക്ക് അങ്ങനെ വരുമ്പോൾ 17 ഇഞ്ച് റിഗാൾ വരും. ഈ കുട്ടിക്ക് 36 ഉള്ളൂ. അപ്പോൾ 16, 16.5 അങ്ങനെയൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റിഗാൾ കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ കുട്ടിക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഈ 5 ഇഞ്ച് നിങ്ങൾ പറയും പോലെ ഷോൾഡറിൻ്റെ അളവിൽ തന്നെ മിക്കവരും പറയുമല്ലോ 5 ഇഞ്ച് ഈ ഷോൾഡറിൻ്റെ അളവ് തന്നെ
ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് റിഗാൾ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇത് നിങ്ങൾ പല യൂട്യൂബ് ചാനലിലും കണ്ട് ഷോൾഡറിൻ്റെ അളവ് തന്നെ കൈക്കുഴി ഇടുക എന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനതിൽ നിന്ന് അതങ്ങനെയല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു തിയറി മിക്കതിലും കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന റിഗാളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഈ ചെയ്യുന്ന രീതിയും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 ഇട്ടു, 6 ഇട്ടു. കാരണം ഷോൾഡറിൻ്റെ അളവ് 5 ഇവിടെ ഇട്ടു. പക്ഷേ എനിക്ക് റിഗാൾ 16 ഇവിടെ കിട്ടണം. 16ൻ്റെ പകുതി 8 ഈ റൗണ്ട് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് മാർക്ക് ചെയ്തു, 6 ഇഞ്ചും മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്ര ഇട്ടിട്ടുണ്ട്, 5, 6, 6.5. അതിൽ കൂടുതൽ വേണ്ടി വരത്തില്ല. കാരണം ചെസ്റ്റ് വണ്ണം 36 മാത്രമല്ലേ ഉള്ളൂ. 7ൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ ഇവർ ചെസ്റ്റ് ഇനി അടുത്ത് എടുക്കേണ്ടത് നമ്മളിത് മാർക്ക് ചെയ്തല്ലോ. ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ 5 മാർക്ക് ചെയ്തു, 6 മാർക്ക് ചെയ്തു, 6.5 മാർക്ക് ചെയ്തു. ഇതിൽ എവിടെയാണ് നമുക്ക് ഈ റിഗാളിൻ്റെ പകുതി കിട്ടുക, 8 കിട്ടുക നോക്കാം. 8 കിട്ടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ പ്ലസ് 8 ഇഞ്ച്, 36 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണമെങ്കിൽ പ്ലസ് 8 ഇഞ്ച് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്ന ഈ രീതിയിലെടുക്കുന്ന മെഷർമെൻറ്റിന് ഇത് കറക്റ്റാണ്. ഇപ്പോൾ എൻ്റെ ചെസ്റ്റ് 36 അതായത് ഈ കുട്ടിയുടെ ചെസ്റ്റ് 36 ആണെങ്കിൽ ആ കുട്ടിയുടെ ബ്രസ്റ്റിൻ്റെ ഈ ഒരു ഇതിലൂടെ വരുന്ന അളവ് മിക്കവാറും 38 ആയിരിക്കും. 2 ഇഞ്ച് കൂടുതലായിരിക്കും, ചിലപ്പോൾ 1 ഇഞ്ചായിരിക്കും. ഓക്കെ, ഞാൻ ഈ കുട്ടിക്ക് 36 ചെസ്റ്റ് അളവും ബ്രസ്റ്റ് 38 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എപ്പോഴും ചെസ്റ്റിനേക്കാളും ബ്രസ്റ്റ് കൂടി നിൽക്കുമല്ലോ. അപ്പോൾ 38 ബ്രസ്റ്റ്, 36 ചെസ്റ്റ്. അപ്പോൾ ഞാൻ 36 ചെസ്റ്റിൽ നിന്നാണ് കൂട്ടുന്നത്. ചെസ്റ്റിൽ നിന്ന് 36 പ്ലസ് 8 ഇഞ്ച് കൂട്ടുമ്പോൾ എനിക്ക് 44 ഇഞ്ച് അതിൻ്റെ 4 വരും. 36 പ്ലസ് 8 44 വരുന്നുണ്ട്. 44ൻ്റെ 4-1 നമുക്ക് ഈ ഭാഗത്ത് ഇടേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് 4-1 മാർക്ക് ചെയ്യാൻ പോണേ. 44 4-1 എന്ന് പറയുമ്പോൾ എത്ര വരും? 11. അപ്പോൾ 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഈ 11 ഇഞ്ച് ഈ 3 വരയിൽ വരത്തക്ക രീതിയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ റിഗാൾ 16 കിട്ടേണ്ടത് എനിക്ക് എവിടെയാണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങ് മാർക്ക് ചെയ്തു. ഈ 11 ഇഞ്ച് നമ്മുടെ കറക്റ്റ് അളവാണ്. തയ്യൽ തുമ്പ് 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വേണമെങ്കിൽ അത്ര ഇടാം കേട്ടോ. അപ്പോൾ 36 പ്ലസ് 8 എന്നുള്ളത് നിങ്ങൾ 36 പ്ലസ് 10 ആക്കിക്കോ. പക്ഷേങ്കിൽ അളവ് ഇങ്ങനെയാണ് വരുന്നത്. അത് തയ്യൽ തുമ്പ് നിങ്ങൾ 1.5 ഇട്ടു. ഞാൻ ഈ കറക്റ്റ് അളവാണ് ഇടുന്നത്. 44 4 11 മാർക്ക് ചെയ്തു. ഇവിടെ ഈ 3 വരയിലും ഒരുപോലെ മാർക്ക് ചെയ്തു കേട്ടോ. കാരണം എവിടെയാണ് എനിക്ക് ഈ 16 റിഗാൾ കിട്ടുന്ന വര ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്തു, ഇങ്ങനെ ഇത് നമ്മൾ ഈ മാർക്കിംഗ് അല്ല കേട്ടോ, അത് കോളറോ ഹൈനെക്കോ എന്തെങ്കിലും ആണ് നമ്മൾ ഈ 7 ഇഞ്ച് ഇടുക. ഇതിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ എനിക്ക് 16 ഇഞ്ചിൻ്റെ പകുതി 8 ഇഞ്ച് കിട്ടണം. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ എൽ ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നത്. ഈ അളവൊക്കെ നിങ്ങൾ നോക്കുക. ഇതിപ്പോൾ ഈ ഷോൾഡറിൻ്റെ 5 അളവ് ഇട്ടേക്കുന്നു. ഇത് 6 ഇട്ടു, 6.5 ഇട്ടു. ഇങ്ങനെ നമ്മൾ അളന്നിട്ടാണ് 5 6 6.5. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട കറക്റ്റ് അളവ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിഗാൾ കിട്ടുന്നത് ഇതിലേത് മെഷർമെൻറ്റിലാക്കുക. ഞാൻ 5 ഇങ്ങനെ ഞാൻ റിഗാൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ കൈക്കുഴി നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ ഞാൻ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യല്ലോ. മാറ്റി മാർക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുകയാണേ. അപ്പോൾ നമുക്കവിടെ അതിൻ്റെ പകുതി കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് 16 ഇഞ്ചാണ് നമ്മുടെ റിഗാളെങ്കിൽ ഒരു പോയിൻ്റ് കൂടെ ഇടണം. അതായത് 16 1/2 ഇഞ്ചെങ്കിലും നമ്മൾ അവിടെ ചെറിയൊരു ലൂസ് വേണം. ഒരുപാട് ബ്ലൗസ് ഇങ്ങനെ പിടിച്ച് കക്ഷമൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ട് ഇപ്പോൾ പൊട്ടുന്ന രീതിയിലൊന്നും അങ്ങനെയൊന്നും തയ്ച്ച് കൊടുക്കരുത്. കസ്റ്റമർക്ക് തയ്ച്ച് കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് നോക്കുകയാണേ. ഓക്കെ, എനിക്കിവിടെ റിഗാൾ 5 കിട്ടുന്നുണ്ട്. ഇവരെ 16 ഇഞ്ച് എനിക്ക് 5 കിട്ടി. മനസ്സിലായല്ലോ? ഈ 5 എനിക്ക് 16 ഇഞ്ച് അളവ് കിട്ടിയിട്ടുണ്ട്. നോക്കാം, അതായത് നമുക്ക് 8 16 നമുക്ക് വേണ്ടത്. അപ്പോൾ 16ൻ്റെ നേർ പകുതിയാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. അപ്പോൾ എനിക്കിവിടെ നേർ പകുതി കിട്ടുന്നുണ്ട്. നല്ല ടേപ്പ് ഞാനിങ്ങനെ വെച്ച് കാണിക്കും. ഓക്കെ, നമ്മൾ ഈ വെട്ടുന്ന ആ ചരി പോലെ വെച്ച് തന്നെ നോക്കണം കേട്ടോ. ഓക്കെ, എനിക്ക് 8 ഇഞ്ചും ഒരു പോയിൻറ്റും കിട്ടി. ഓക്കെ,
അപ്പോൾ എനിക്ക് ഈ ഒരു കൈക്കുഴി കറക്റ്റാണ്, ഈ കൈക്കുഴി കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ബാക്കിൽ ഒരു 1 ഇഞ്ച് 1.25 ഇഞ്ച് മാറ്റി ഷോൾഡറിൻ്റെ വിരിവനുസരിച്ചിട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്ത് ഈ കൈക്കുഴി എനിക്ക് അവർക്ക് കറക്റ്റാണ്. അല്ല ഈ കുട്ടിക്ക് ഇപ്പം 36 ഇഞ്ച് ചെസ്റ്റ് വണ്ണവും റിഗാൾ 17 ഇഞ്ചും ആണെങ്കിൽ എനിക്ക് എത്ര വേണം? 8.5 വേണം. ഇവിടുത്തെ കൈക്കുഴി 8.5യും ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ നമുക്കല്ല ഒരു 1/4 ഇഞ്ച് ലൂസും കൂടെ 8.75 അല്ല ഏകദേശം 9 വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി താഴ്ത്തിയെടുക്കാം. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ചത്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ താഴ്ത്തിയെടുക്കുമ്പോൾ നമുക്കിപ്പോൾ അവർക്ക് 17.5 അവരുടെ കൈക്കുഴിയെങ്കിൽ ആ 17ൻ്റെ പകുതി 17ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 8.5 വേണം അല്ലേ? അപ്പോൾ 8.5 വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു മാർക്കിങ്ങിൻ്റെ അവിടെ എനിക്ക് ഇവരുടെ കറക്റ്റ് കിട്ടുന്നുണ്ട്, 16 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇത് ഓക്കെയാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ അവർക്ക് 17 കൈക്കുഴിയെങ്കിൽ ഇത് ഓക്കെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂടി താഴ്ത്തണം, 5.5 ഇഞ്ച് വേണം. അപ്പോൾ നമ്മൾ ഈ 1/2 ഇഞ്ച് കൂടി താഴ്ത്തിയിട്ട് നോക്കുക, നമുക്ക് കറക്റ്റ് ഉണ്ട്. കറക്റ്റ് നമുക്ക് ആ 8.75 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കൈക്കുഴി നമുക്ക് 5.5 എന്നുള്ളത് 6 ഇട്ടിട്ടുണ്ട്, 6ൻ്റെ ഇടയ്ക്കുള്ള ഇവിടെ ഒരു 5.5 ഡോട്ട് ചെയ്തിട്ട് ഈ കൈക്കുഴിയെ നമ്മൾ ചെറുതായിട്ട് താഴോട്ട് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് 17 കിട്ടി. ഇപ്പോൾ 18 ഇവരുടെ കൈക്കുഴിയെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ചെസ്റ്റ് വണ്ണം ഇത്രയുള്ള ഒരാൾക്ക് 18 ഇഞ്ചൊന്നും കൈക്കുഴി വരില്ല. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലായോ? കൈക്കുഴി ഒരുപാട് കൂടിപ്പോയാലും ബ്ലൗസ് ഇട്ടാലൊരു ഫിനിഷിങ് കിട്ടത്തില്ല, കുറഞ്ഞു പോയാൽ ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ 5 എന്നുള്ള ഷോൾഡർ നിങ്ങൾ എപ്പോഴും ഇവിടെ മാർക്ക് ചെയ്ത് 5ൻ്റെ താഴെ ഒരു 6, 5.5 ഇട്ടേക്കോ 6 ഇട്ടേക്കോ 6.5 വരെ മാർക്ക് ചെയ്തതിന് ശേഷം, ബിഗിനേഴ്സിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ, ഇതാരും തെറ്റിദ്ധരിക്കല്ല, ഞാൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. കൈക്കുഴിക്ക് ഷോൾഡറുമായിട്ടുള്ള ഒരു ഷോൾഡറിൻ്റെ അളവാണ് കൈക്കുഴി എന്ന് പറയുന്ന നമ്മൾ തെറ്റിദ്ധരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അളവല്ല കൈക്കുഴി. ചില കേസുകൾ ഇപ്പോൾ ഇതിനകത്ത് ഷോൾഡറിൻ്റെ അളവ് വന്നിട്ടുണ്ട്, 5 കറക്റ്റ് വന്നു. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലർക്ക് 16 പകരം 17 കൈക്കുഴിയെങ്കിൽ ഈ 5 അളവിൽ കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ 5.5 മാർക്ക് ചെയ്തു. അവിടെ നമുക്ക് 17 ആണെങ്കിൽ കുറച്ചുകൂടി താഴ്ത്തിയപ്പോൾ നമുക്ക് 17 കിട്ടി, മനസ്സിലായോ? അപ്പോൾ ഇത് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പം ഈ കുട്ടിക്ക് ഈ 5 വെച്ചെടുത്തപ്പം കറക്റ്റാണ്. അപ്പോൾ എൻ്റെ കറക്റ്റ് അളവ് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിവണ്ണം വന്നിരിക്കുന്നത് 32 ഇഞ്ചാണ്. 32ൻ്റെ പകുതി 16, 16ൻ്റെ പകുതി 8 ഇഞ്ച്. ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ടക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു മിഡിൽ ഭാഗത്തായിട്ട്, അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട്, സെൻറ്ററിൽ നിന്ന് ഈ 2ൻ്റെയും മിഡിൽ ഭാഗത്തായിട്ട് ഉള്ളിടത്ത് ഒരു ടക്ക് മാർക്ക് ചെയ്യാം. വെളിയിൽ നിന്നൊരു 3.5 ഇഞ്ച് വരെ ഹൈറ്റിൽ. ഇപ്പം ടക്ക് ആരും അങ്ങനെ ഇടുന്നില്ല. ടക്ക് ഇട്ടാലും നല്ലതാണ്, ടക്ക് ഇടേണ്ട രീതിയിൽ ഇട്ടാൽ നല്ലൊരു പിടുത്തം കിട്ടും ബായ്ക്ക്. പിന്നെ ടക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സൈഡ് കറക്റ്റ് അളവിൽ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് പോയപ്പോൾ നമ്മൾ 8 എന്നുള്ളത് ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക, കാരണം ഇവിടെ 1/2 ഇഞ്ച് ഇവിടെ പോകുന്നുള്ളത് കൊണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ അളവ് ഇതാണ് കറക്റ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പൂടെ മാർക്ക് ചെയ്യുക. അതും ഈ കൂട്ടത്തിൽ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ല എങ്കിൽ നമുക്ക് കുഴപ്പമെന്നു ചോദിച്ചാൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത വരയെ കൂടെ തന്നെ കട്ട് ചെയ്യും, പിന്നെ നമുക്ക് തയ്യൽ തുമ്പും കാണത്തില്ല, ആകെപ്പാടെ ടെൻഷനായിപ്പോവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇന്ന് ഞാൻ ബായ്ക്ക് മാത്രം കാണിക്കുന്നുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഈ കഴുത്തിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയുക, കമൻറ്റ്സ് അറിയിക്കുക. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷന് കട്ട് ചെയ്തത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഈ മാർക്കിങ് കളയാതെ, മാർക്കിങ് അവത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്, മാർക്കിങ് കളയാതെ വേണം നമ്മളിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കൈക്കുഴി കട്ട് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കഴുത്തിൻ്റെ ഇപ്പം കഴുത്ത് 5 ഇഞ്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ഞാനിപ്പോൾ 5 ഇഞ്ച് ഈ മാർക്ക് ചെയ്തതിൻ്റെ കുറച്ച് അപ്പുറത്തോടാണ് വെട്ടിയിരിക്കുന്നത്, കാരണം നമുക്ക് തയ്യൽ തുമ്പൂടെ ഇവിടെ കിട്ടേണ്ടത് കൊണ്ട് ഇവിടെ ഒരു കുറച്ച്, അതായത് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് 5 ആണ്, ഇത് 5 ആണ്. പക്ഷേ അതിനപ്പുറത്ത് ഒരു തയ്യൽ തുമ്പിന് വേണ്ടി
നമ്മൾ ഒരു കുറച്ചുകൂടെ നീക്കേണ്ടതായിരുന്നു. ഞാൻ ഇച്ചിരി ചേർത്ത് വെട്ടിപ്പോയി. നിങ്ങൾ തയ്യൽ തുമ്പിലുള്ള 1/2 ഇഞ്ച് കൂടെ ഇവിടെ ചേർത്തിടണം കേട്ടോ. ഇവിടെ 1/4 ഇഞ്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതാ ഞാൻ ഈ മാർക്കിങ് കളയാതെ വെട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് 1/4 ഇഞ്ച് കിട്ടിയിട്ടുള്ളൂ. ഒരു 1/4 ഇഞ്ച് കൂടെ അങ്ങോട്ട് നീക്കിയിട്ട് വെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ തയ്യൽ തുമ്പ് ആവശ്യത്തിന് ഇട്ട് വെട്ടുക. നമുക്ക് വേണ്ടത് 5 ഇഞ്ചാണ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് തയ്യൽ തുമ്പ് 1/2 ഇഞ്ചാണോ 3/4 ഇഞ്ചാണോ നിങ്ങൾ എത്രയാണ്, ഒരിക്കലും 3/4 ഇഞ്ച് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രയും ചേർത്ത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇവിടുത്തെ അകലം നമുക്ക് ഇത്രയും കഴുത്ത് ഇറക്കമുള്ളത് കൊണ്ട് കഴുത്തിൻ്റെ അകലം ഒരു 1.25 ഇട്ടാൽ മതി. 1.25 ഇടുക. ഇവിടെ നമ്മൾ 2 ഇഞ്ച് എടുക്കുക. നല്ല റൗണ്ട് കിട്ടുക. ഇവിടെ 1.25 എടുക്കുന്നെങ്കിൽ ഇവിടെ 2 ഇഞ്ച് എടുക്കുക. എടുത്തതിന് ശേഷം സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നുവെച്ചാൽ ഈ ഇവിടെ 1.25 എടുത്ത് ഇവിടെ 2 കഴുത്ത് നന്നായിട്ട് വൈഡാവും. അപ്പോൾ ഒരുപാട് വൈഡായിട്ട് കഴുത്തിൽ കൂടെ ഇറങ്ങിയപ്പോൾ താഴെ ചെറുതായിട്ടൊന്ന് റൗണ്ട് കൊടുക്കുക. ഈ റൗണ്ട് നല്ല ഷേപ്പിൽ റൗണ്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ വരയുടെ വെളിയിലൂടെ നമുക്ക് ഇങ്ങനെ വരും. വെളിയിലോട്ട് വരുമ്പോൾ ഒതുങ്ങി വരണം നമ്മുടെ കഴുത്ത്. ഈ വര നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് നമ്മളിവിടെ അവിടെ 1.25 ഇട്ടപ്പോൾ ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് വരച്ചതിന് ശേഷം നമ്മൾ സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്ന വെളിയിലൂടെയാണ് നമ്മൾ ഡോട്ടിട്ട് നല്ല ഷേപ്പിൽ വന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ വന്ന് മുകളിൽ ജോയിൻ ചെയ്യുക. പറഞ്ഞതിനർത്ഥം മുകളിനെക്കാട്ടിലും കുറച്ച് വിരിവ് കൂടുതലായിരിക്കും താഴെ. അത് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെറിയൊരു ചരിവിൽ ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ബാക്ക് നമ്മുടെ അളവിനനുസരിച്ച് ഇവിടെ ഒന്ന് ടക്കിടുക. ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ മടങ്ങിപ്പോകേണ്ട ഭാഗമുണ്ട്, അവിടെ ടക്കിടുക. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴുത്ത് ഇതാണ്. ഇതിനെക്കാട്ടിലും കഴുത്ത് ഒതുക്കിയെടുത്താൽ ബാക്ക് കഴുത്ത് കാണാൻ നല്ലൊരു യു കിട്ടത്തില്ല. നല്ലൊരു യു ഷേപ്പിൽ വരണമെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ വെളിയിലൂടെ ഇങ്ങനെ ഒരു ചെറിയ നല്ല ഷേപ്പ് എടുത്ത് മുകളിലോട്ട് വരുമ്പോൾ ഒതുങ്ങി വരിക. കഴുത്ത് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ നല്ല വൈഡായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കട്ടിങ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മെസ്സേജിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് എഴുതാം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് എഴുതി ഞങ്ങൾക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമയം അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.